ഈ സ്ഥലത്തിന്റെ പേര് യഥാർത്ഥത്തിൽ നാലുകെട്ട് എന്നാണ് ഈ പേര്. പുരാതനമായ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പഴയ ഗ്രാമീണ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനതയുടെ ആദ്യ ജനത ആരാണെന്ന് ചോദിച്ചാൽ വേടർ എന്ന് പറയുന്ന സമൂഹമാണ്. വേടർ സമൂഹമാണ് ആദ്യത്തെ ജന. നമസ്കാരം. കേരള കോളിംഗ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. കാഞ്ഞിരംകുളം എന്ന് പറയുന്നത് അറിയാം, ഇത് ബാലരാമപുരം, നെയ്യാറ്റിൻകര, പൂവാറ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ നടുക്കായിട്ട് വരുന്ന ഒരു ജംഗ്ഷനാണ് കാഞ്ഞിരംകുളം. ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ നാടാർ പ്രതിമയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ ഒരു നേതാവായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കാഞ്ഞിരംകുളത്തെക്കുറിച്ച് അറിയാനുണ്ട്. പൂവാറിലും നെയ്യാറ്റിൻകരയ്ക്കും ബാലരാമപുരത്തിനുമൊക്കെ ഇടയ്ക്കുള്ള സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന് ചില ചരിത്രപരമായ പ്രാധാന്യം ചിലപ്പോൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ശ്രീ കവടിയാർ ദാസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനെയും സാഹിത്യകാരനെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹവുമായിട്ട് കാഞ്ഞിരംകുളത്തെക്കുറിച്ച് സംസാരിക്കാം. സാർ നമസ്കാരം. നമുക്കിവിടെ അയക്കാം. ഈ കാഞ്ഞിരംകുളത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് സാർ. കാഞ്ഞിരംകുളത്തിന്റെ ചരിത്രത്തിന്റെ പണിപ്പുരയിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമാ സംവിധാനം മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ 2003 നിശബ്ദചിത്രമായിരുന്ന ആ സിനിമയെ ഞാൻ ശബ്ദചിത്രമാണ് 2003. 2006 ലോകത്തിലെ ആദ്യത്തെ സ്റ്റോറി ഫിലിം സോൾജിയേഴ്സ് കോഷൻ എന്ന് പറഞ്ഞ ചിത്രത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ആ സ്റ്റോറി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വിഗതകുമാരനെ ആ സ്റ്റോറി എടുത്തിട്ടാണ് ഞാൻ അത് ഗവൺമെന്റിന് കൊടുത്തു. കരടി ചാനലിന് എടുത്തു. അതുപോലെ സോഷ്യൽ കോഷൻ എന്ന് പറഞ്ഞ പടവും അത് ഗവൺമെന്റിന് അവർ ഫ്രീ ആയിട്ട് ആവശ്യപ്പെട്ടു. PS-ന്റെ കയ്യിലാണ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പൊ നമുക്കിപ്പോ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ കാഞ്ഞിരംകുളത്തെ കുറിച്ചാണ്. ഈ കാഞ്ഞിരംകുളം എന്ന് പറയുന്ന പേര്, ഈ സ്ഥലത്തിന്റെ പേര് യഥാർത്ഥത്തിൽ നാലുകെട്ട് എന്നാണ് ഈ പേര്. പുരാതനമായ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പഴയ ഗ്രാമീണ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനതയുടെ ആദ്യ ജനത ആരാണെന്ന് ചോദിച്ചാൽ വേടർ എന്ന് പറയുന്ന സമൂഹമാണ്. വേടർ സമൂഹമാണ് ആദ്യത്തെ ജന. വേടർ എന്ന് പറയുന്നത് മറ്റേ പിന്നെ അവരെ പാരമ്പര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇവർ വന്ന് ഈ ജനതയുടെ ഇവിടുത്തെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ മരങ്ങളിൽ കയറി ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ അതിന് വിറക് ശേഖരിച്ച് അതുകൊണ്ട് വിറ്റ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു ഞാൻ കാണുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഈ കോസ്റ്റൽ ഏരിയയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് പണിയെടുത്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ പ്രാചീന സംസ്കാരമുള്ള ഒരു ജനതയാണ് ഇവരുടെ. ഞാൻ ഇവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ നാടാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ വന്നതാണ്. അവർ വന്നതാണ്. അപ്പോൾ ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. ഞങ്ങളുടെ ഫാമിലി വന്നത് കേരളപുരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങളിവിടെ വരുന്നത്. ബാക്കി എല്ലാവരും വന്നത് തെൻകാശി, ശിവകാശി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുഞ്ഞികൃഷ്ണനായുടെ ഫാമിലി എന്ന പെരുമാൾ എന്ന് പറയുന്ന സമൂഹമാണ്. പെരുമാൾ തെന്മാർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ആ പെരുമാൾ തിയേറ്റർ എന്നായിരുന്നു ആ തിയേറ്ററിൻ്റെ പേര് തന്നെ ആയിരുന്നു. ഇദ്ദേഹം തന്നെ ഈ തെൻകാശി എന്നാണ് ഇവരൊക്കെ വരുന്നത്. തെൻകാശി, ശിവകാശി എന്ന് തുടങ്ങിയ സ്ഥലത്ത് നിന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന 8 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അതാണ് നാലുകെട്ട്. അവരുടെ ഈ നാലുകെട്ട് എന്ന് പറയുന്നത് അന്നത്തെ ഈ അവിടെ താമസിക്കുന്ന വീടുകളുടെ എന്ന് പറയുന്നത് നാലുകെട്ട് വീടുകൾ എന്നാണ് പറയുന്നത്. ആ നാലുകെട്ട് വീടുകൾ. അങ്ങനെ നാലുകെട്ട് വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരെ പറയുന്നത് ഈ ചീനിയോള ഫാമിലി എന്നൊക്കെ പറയുന്ന ഒരു ഫാമിലി. അത് ഈ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ആ ഫാമിലി. അപ്പോൾ ഇങ്ങനെയുള്ള ഫാമിലികളെ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമി എന്ന് പറയുന്നത് പഴയ പണ്ടാരപ്പാട്ടം ഭൂമിയാണ്. നമ്മളെ
ട്രാവൻകൂർ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുന്നത് അന്നത്തെ 8:30 യോഗം അന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് രാജഭരണകാലത്ത് പണ്ടാരപ്പാട്ടം ഭൂമിയാണ്. അതിവിടെ പഴയ പ്രമാണങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ പണ്ടാരപ്പാട്ടം ഭൂമിയാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പണ്ടാരപ്പാട്ടം ഭൂമിയിലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ പണ്ടാരപ്പാട്ടം ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് ഈ വേടർ സമുദായമൊക്കെ തന്നെ ഇവിടെ വന്ന് ചേർന്നത്. അതിനുശേഷമാണ് ഇവർ വന്നത്. അപ്പോൾ ഇവർ വന്നതിന് ശേഷം ഇതിനൊരു പ്രത്യേക കൾച്ചർ ഉണ്ടായി. അങ്ങനെ ഈ നാലുകെട്ട് എന്ന് പറയുന്ന സ്ഥലം ഈ കുഞ്ഞീഷൻ നാടാർ ഏതാണ്ട് 25 വർഷം ഈ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥ ഈ പേര് കൊടുത്തത്. കാഞ്ഞിരംകുളം എന്ന് പറയുന്ന ഒരു പേര് നാമകരണം ചെയ്ത്. അതിന് കാരണം ഈ റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം കാണാം. ആ കുളത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മലിനം കുളം എന്നാണ്. അത് ആ കുളത്തിന്റെ പേര് മലിനം കുളം. അന്ന് ഈ ഇവിടുത്തെ മാലിന്യമായിട്ടുള്ള ഇതെല്ലാം തന്നെ വെള്ളം വന്ന് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം മാലിന്യകുളം. ഈ മാലിന്യകുളം അങ്ങനെ അതിൻ്റെ കരയിൽ ഒരു കാഞ്ഞിര മരം ഉണ്ടായിരുന്നു. വലിയൊരു മരം ഉണ്ടായിരുന്നു. അങ്ങനെ കാഞ്ഞിരം നിന്ന കുളം അത് കാഞ്ഞിരം കുളമായി മാറി. അദ്ദേഹത്തിൻ്റെ ആ മൈൻഡിൽ അങ്ങനെ വന്നു. അങ്ങനെ ഒരു കാഞ്ഞിരംകുളം എന്നുള്ള ഒരു പേര് നാമകരണം കൊടുക്കുകയും അത് അങ്ങ് ഫേമസ് ആകുകയും ചെയ്തു. അങ്ങനെയാണ് കാഞ്ഞിരംകുളത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിന്റെ ഒരു പിതാവായിട്ട് അതെ അദ്ദേഹം ഇവിടെ MLA ആയിട്ട് എഴുതുന്നുണ്ട്. MLA ആയിട്ട് എഴുതുന്നുണ്ട്. 1978 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം പല മാറ്റങ്ങളും രാഷ്ട്രീയമായ മാറ്റങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ ആളായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരും രാഷ്ട്രീയത്തിലില്ല. ഉണ്ട്. പിന്നെ രവീന്ദ്രപാല്, മുൻമന്ത്രി രവീന്ദ്രപാലുണ്ട്. അവർക്ക് ഇവിടെ സ്വന്തമായി കോളേജും മറ്റു ഇതൊക്കെ ഉണ്ട്. കാഞ്ഞിരംകുളത്ത് പ്രത്യേകതയായിട്ട് ഇപ്പൊ നമ്മളിവിടെ ഒരു സ്കൂളുണ്ട്. അതെ, പ്രധാനമായിട്ടും ഇവിടെ ഉള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് സാറേ? വിദ്യാഭ്യാസ രംഗത്ത് ആദ്യമായിട്ട് തെക്കൻ കേരളത്തിൽ മുന്നോട്ട് വരുന്നത് ഈ പ്രദേശത്താണ്. PKHS എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ഈ പ്രദേശത്ത്. ആ സ്കൂളാണ് ആദ്യമായിട്ട് ഇവിടെ സ്ഥാപിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മിഷണറിമാരെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് നാടാർ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയുടെ ആദ്യകാല സ്കൂളുകളിൽ ഒന്നായിരുന്നു ഇവിടെയുള്ള ഈ ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുമ്പുണ്ടായിരുന്ന സ്കൂൾ. അവ PKHS സ്കൂളാണ് ഇവിടെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള സ്കൂള്. വിദ്യാഭ്യാസത്തിന് ഈ പ്രദേശത്ത് തന്നെ 12-13 ഹൈസ്കൂള്, പിന്നെ അതെ സാർ ഗേൾസ് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഇതൊരു വലിയ സ്കൂളാണ്. ഇപ്പൊ പുതുക്കി പണിഞ്ഞ വലിയ സ്കൂളായി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു കോളേജുണ്ട്, കാഞ്ഞിരംകുളം പിന്നെ കോളേജുണ്ട്, ഗവൺമെന്റ് കോളേജ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മുന്നേറിയ ഒരു സ്ഥലമാണ് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന. കാഞ്ഞിരംകുളം ഇപ്പോൾ വലിയൊരു സിറ്റിയായി മാറിയിട്ടുണ്ടല്ലേ? അതെ, ഇവിടെ മാർക്കറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശം. ഇവിടുത്തെ ജനത കൂടുതലും എല്ലാവരും സൗഹാർദ്ദത്തോടും. അതെ. ഇവിടെ വേറെ വർഗീയമായ മറ്റു മതപരമായ ഒരു പ്രശ്നമൊന്നുമില്ല, രാഷ്ട്രീയപരമായ പ്രശ്നമില്ല. വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയാണ്. പക്ഷേ ഇപ്പൊ ഇലക്ഷന്റെ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചൂടുണ്ട്. അതൊരു ഇവിടെ ജനങ്ങൾക്ക് ഇപ്പൊ അത്ര ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇത് വരുന്നില്ല. എന്നാലും ഇലക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോ ഇവിടെ ആരാണ് ജയിക്കാൻ സാധ്യത? ഇലക്ഷന് ഇപ്പൊ അത് പൊളിറ്റിക്കലായിട്ട് നമുക്കത് ഇപ്പൊ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അത് ആരെങ്കിലും ഒക്കെ ജയിക്കട്ടെ, നാടിന് ഗുണം ഉണ്ടാവട്ടെ അല്ലേ. എന്നാലും കാഞ്ഞിരംകുളത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു, കാഞ്ഞിരംകുളത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലായി. അപ്പോൾ വളരെ സന്തോഷം സാർ. ഇത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളുടെ അടുത്ത് തന്നെ ഞങ്ങൾ എത്തിയത്. സാറിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും. ഞാൻ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ 1854 നടന്ന വേലയ്ക്ക് കൂലി എന്ന് പറയുന്നതാണ്. കൂലിക്ക് വേണ്ടി ആദ്യമായിട്ട് വിപ്ലവം നടത്തിയത് ഇവിടെ ഈ നെയ്യാറ്റിൻകരയോട്ട് പോകുന്ന ഈ സ്ഥലത്തുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് വിപ്ലവം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പേര് ദേവസഹായം എന്ന് പറയുന്നു. പിന്നെ സൺഡേ ലീവിന് വേണ്ടി വിപ്ലവം നടത്തിയത് അരുളാനന്ദം. അത് നമ്മുടെ നെയ്യാറ്റിൻകരയോട്ട് പോകുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, റാങ്ങാപുരി എന്നുള്ള സ്ഥലം. അതിന് ചരിത്രപരമായ വളരെ ലിങ്കുള്ള ഒരു സ്ഥലമാണ്. ഒരു ജോലി ചെയ്താൽ അതിന് കൂലി വേണമെന്ന് ആവശ്യപ്പെടാൻ ഒരാളുണ്ടായത് ഇവിടെ ഈ പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ 6 ദിവസം ജോലി ചെയ്താൽ 7ാമത്തെ ദിവസം ഞായറാഴ്ച ഒരു അവധി വേണമെന്ന് ആവശ്യപ്പെടാനും ഒരാളുണ്ടായത് ഇവിടെ തന്നെ. അപ്പോൾ അങ്ങനെ പുതിയ നമ്മുടെ സാമൂഹ്യമായ ചില മാറ്റങ്ങൾക്ക് വഴിവെച്ച ചില വ്യക്തികൾ
ഉണ്ടായിട്ടുള്ള നാടാണ്. അതെ 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 അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചരിത്രപരവും സാംസ്കാരികപരവുമായ വലിയ പ്രാധാന്യമുണ്ട്. അതെ. അപ്പോൾ എന്തായാലും സന്തോഷം, വളരെ സന്തോഷം സാർ. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ആശംസ. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് കണ്ടു കേട്ടൊക്കെ പോകും. അപ്പോൾ ഇത്തരം വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒപ്പം ഉണ്ടാവണം.